മമതാ ബാനർജിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ബി.ജെ.പി. എം.പി. ദിലീപ് ഘോഷിനെതിരെ കേസെടുത്ത് ബംഗാൾ പോലീസ്. മമതയുടെ പിതൃത്വം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു വിവാദ പരാമർശം. അധിക്ഷേപ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദിലീപ് ഘോഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ശരത് കെ ശശി വിശദാംശങ്ങളുമായി. ശരത് കെ ശശി, കേസെടുത്തിരിക്കുന്നു. നടപടികൾ എന്തൊക്കെയുണ്ട് പിന്നാലെ? ദിലീപ് ഘോഷിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടിക്ക് ഒരുങ്ങുന്നതിനിടയിലാണ് ബംഗാൾ പോലീസും വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ദിലീപ് ഘോഷ് നടത്തിയ അപകീർത്തികരമായ പ്രസംഗത്തിൽ ഇപ്പോൾ ദുർഗാപൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും പൊതുസമാധാനം തകർത്തതിനുമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയാണ് ദിലീപ് ഘോഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു വേളയിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു മമതാ ബാനർജിയുടെ പിതൃത്വം ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവന ദിലീപ് ഘോഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ കാരണം കാണിക്കൽ നോട്ടീസിന് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ദിലീപ് ഘോഷ്. അതിനിടയിലാണ് ബംഗാൾ പോലീസും വിഷയത്തിൽ ശക്തമായ നടപടിക്ക് ഒരുങ്ങുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്നും അദ്ദേഹം ഈ വിഷയത്തിൽ തന്റെ ഖേദപ്രകടനമൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ശക്തമായ നടപടിക്ക് തന്നെയാണ് ബംഗാൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും ഈ വിഷയത്തിൽ ദിലീപ് ഘോഷിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തോട് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. അധ്യക്ഷൻ തന്നെ ഒരു കത്ത് ദിലീപ് ഘോഷിന് കൈമാറിയിരുന്നു. ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകിയത്.